എനിക്ക് മനസ്സിലാത്ത കാര്യം മേജർ, നിങ്ങൾക്കിട്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല ചാർത്ത് കിട്ടിയിട്ട് പോലും നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില തെറ്റുപറ്റി നിങ്ങൾക്ക് പറ്റിയത് എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ ഞാൻ അതാ നോക്കട്ടെ, ഞാനിനി എന്തെങ്കിലും വ്യാജമായിട്ട് ഉണ്ടാക്കിയതിനുള്ള ആക്ഷേപം നോക്കട്ടെ വരട്ടെ. ഞങ്ങള് ഒരു കൂട്ടുകുടുംബന്മാരായിരുന്നു താമസിച്ചിരുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായന്മാർ തറവാടുകളിൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് മുണ്ട് അനുവദിച്ചിട്ടില്ല. അത് കുടുങ്ങിയ ട്രൗസർ. എത്രയും നമുക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ള കുട്ടികൾ കളിയാക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മേജർ രവി മുണ്ട് ചുറ്റിയിട്ട് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എന്നെ ചെവിയേട്ടന്ന് മുണ്ടിട്ടിട്ടാണ് പോയിരിക്കണത്, കാരണം ഇവിടുന്ന് മുണ്ട് കൊടുക്കൂല, വീട്ടിൽ നിന്ന് സമ്മതിക്കൂല. അപ്പോൾ മൂപ്പരെന്താ വെച്ചാൽ അമ്മായിയുടെ ഭർത്താവിൻ്റെ ഒരു മുണ്ട് അമ്മായിയോട് ചോദിച്ചു വാങ്ങി കടയിൽ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് പോയി കടയിൽ പോയിട്ട് ആ മുണ്ടിട്ടിട്ട് പോവുക. ഇത് വീട്ടിൽ വന്ന് പറഞ്ഞ വഴിക്കന്നെ അച്ഛൻ നല്ല ശിക്ഷണത്തിന്റെ ആളായിരുന്നു. മൂപ്പര് വേഗം സ്കൂളിലേക്ക് പോയി. മാസൊരു തവണ മൂപ്പരെ കാണാൻ സ്കൂളിലേക്ക് പോകും. കാരണം വെച്ചാൽ അത്ര നല്ല സ്വഭാവമായിരുന്നു. കാരണം വെച്ചാൽ മാസൊരു തവണ ചെന്നിട്ടില്ലെങ്കിൽ അവര് വിളിച്ചു വരുത്തും മൂപ്പരെ ഈ വികൃതിയും വിക്രസും കാരണം കൊണ്ട്. സ്കൂളിൽ ചെന്നു, പ്യൂണ് വന്ന് പറഞ്ഞു ഇങ്ങനെ മാഷ് വിളിക്കേണ്ട, ഹെഡ് മാസ്റ്റർ ഓഫീസിലേക്ക് വിളിക്കേണ്ടതാണ്. അപ്പൊ മൂപ്പര് ഓർമ്മയില്ലാതാണ് ഓടി വഴിക്ക് പുറത്തെത്തിയപ്പോഴാണ് മൂപ്പര് മുണ്ടാന്നുള്ള ഓർമ്മ. മൂപ്പര് വേഗം കുട്ടികളുടെ മുമ്പ് ആ മുണ്ടൂരിട്ട് ഡെസ്കിന്റെ കാറിലേക്ക് വെച്ചിട്ട് ചെന്നു. സ്കൂളിൽ ചെന്ന വഴിക്ക് തന്നെ അച്ഛൻ ചോദിച്ചു, നീ ഇന്ന് മുണ്ടിട്ടിട്ടാണോ വന്നത്? അല്ലാന്ന്. അപ്പൊ സ്കൂളിൽ ഇട്ടിട്ട് തന്നെ മാഷന്മാരുടെ ഇടയിൽ ഒന്ന് കൊടുത്തു. പക്ഷെ അതിന്റെ എല്ലാ ശത്രുതയും എന്നോടായിരുന്നു. കാരണം ഞാനാണത് വന്ന് പറഞ്ഞത്. ഇപ്പോഴും ആ ശത്രുത ഉണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ സ്വന്തം അനുജനാണ് സംഭവിച്ചു. അവൻ തന്നെയാണ് ഈ ഗുണേഷൻ ബ്രിട്ടാസ് എന്തെങ്കിലും കണ്ടെത്തിയതാന്നുള്ള അല്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് ഒരു നിക്കറിട്ടിട്ട് പോകുന്നത്. അത് അച്ഛൻ പറഞ്ഞിരുന്നത് നിക്കറിട്ടിട്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പൊ മിക്സ് സ്കൂളായിരുന്നില്ലേ? മിക്സ് ആൺകുട്ടികളും പെൺകുട്ടികളും. പെൺപിള്ളേർക്ക് ഒരു ആദരവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ അതാണ് മുണ്ടകൃതി എല്ലാ വികൃതിയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ വിചാരിച്ചത് നാണക്കേട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നത്, ഈ ടൈറ്റ് നിക്കറൊക്കെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാമയുടെ അടുത്ത് പോയിട്ട് ഒരു മുണ്ടൊക്കെ കടം വാങ്ങിച്ച് ഞാനത് ചേക്കുണ്ട പീടിയിൽ വെക്കും. എന്നിട്ട് അത് അവിടുന്ന് കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോകും. പക്ഷെ അച്ഛൻ ഈ വന്ന സമയത്ത് കറക്റ്റ് തന്നെയാണ്. സ്കൂളിൽ വന്നു അച്ഛനാണ് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ മുണ്ട് വേഗം ഊരിയിട്ട് അങ്ങോട്ട് ക്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് കുട്ടികൾക്കൊന്നും ഒരു പിടിയും കിട്ടില്ല എന്തായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അടിയിലാണ് ഇക്കറിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്നുള്ള എനിക്കറിയാം. സാധാരണ ഇടാറില്ല ആ നിക്കർ വേറെ ഒന്ന് ഭാഗ്യത്തിന് ഇട്ട നിക്കർ ഊരിയിട്ടുണ്ടായിരുന്നില്ല. അണ്ടർവെയറിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ബട്ട് അന്ന് അച്ഛൻ എപ്പോഴും ശരി എന്നെ സ്കൂളിൽ വെച്ചിട്ട് പണിഷ് ചെയ്യുന്ന ഒരേ ഒരു അച്ഛൻ എന്റെ അച്ഛനായിരുന്നു. ബാക്കി ഒരു കുട്ടികളുടെയും അച്ഛനായിരുന്നു. നല്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലിരിപ്പ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടാണല്ലോ ഞാൻ 9ലും തോറ്റു 10ലും തോറ്റു. ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ ഞാൻ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. സോ അപ്പം 8ൽ തോറ്റില്ല. ഇല്ല, 8ൽ തോറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അതല്ല. 7ാം ക്ലാസ്സിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിയാണ് ഞാൻ. 7ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഇരുന്ന കുട്ടി 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും പട്ടാമ്പിയിലാണ് എന്നെ ചേർത്തത്. അപ്പൊ പട്ടാമ്പിയിൽ തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിന് പോക്കില്ല. പിന്നെ അങ്ങനെ സിനിമയ്ക്ക് പോയിട്ട് അന്ന് ഉഴപ്പി 8ൽ എങ്ങനെയോ പാസ്സായി. പക്ഷെ 9ൽ എത്തിയപ്പോ എന്റെ ബേസ് പോയി. അവിടെ സ്കൂളും മാറ്റി. 9ഉം തോറ്റു 10ഉം തോറ്റു. അപ്പം 9ൽ തോറ്റപ്പോ എനിക്ക് കിട്ടിയ പനിഷ്മെന്റ് അച്ഛൻ സെക്കൻഡ് വേൾഡ് വാർ സോൾജറാണ്. സോ ഈ പനിഷസ് വെരി വെൽ. അത് കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ടായിരിക്കും അടിയൊക്കെ കിട്ടുന്നത്. ഇന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, അന്ന് അതൊന്നുമില്ല. അതുപോലെ അച്ഛൻ മാഷ്മാർക്കും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ വേണമെങ്കിലും. അപ്പൊ അത് എല്ലാ രീതിയിലും കിട്ടിയത്. ഒരുപക്ഷെ ഞാൻ ഇന്നും ഇങ്ങനെ ടഫായിട്ട് പക്ഷെ അതിനകത്ത് ഒന്നുണ്ട്. ഞാൻ ഇന്നും റെസ്പെക്ട് ചെയ്യുന്ന ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും എന്റെ അച്ഛനെയും എന്റെ അമ്മേനെയും റെസ്പെക്ട് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരൊക്കെ അന്ന് ആ പണിഷൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ആ ഒരു വഴിയൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് മാറിയിട്ട് നല്ല വഴിയിൽ പോയിട്ട് പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം സ്വന്തമായിട്ടിരുന്ന് പഠിച്ച് 3 വർഷം കൊണ്ട് പ്രീ ഡിഗ്രിയും പാസ്സായി. നിങ്ങളുടെ ആ ഒരു 9ലും 10ലും ഒക്കെ തോറ്റിട്ട് നിശ്ചയദാർഢ്യത്തോടെ താങ്കൾ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം വെച്ചാൽ പലപ്പോഴും 9ലും 10ലും തോറ്റ പിള്ളേരൊക്കെ കെട്ടുപോകും ആ കാലഘട്ടത്തിൽ. അത് ആ നാട്ടിലേക്ക് വീഴുന്നു, പിന്നെ വല്ല കമ്പനി കൂടി അലമ്പായിട്ട്